ഈസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഈ ഒരു സെക്ഷനിൽ ഞാൻ അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒത്തിരി പഠിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ ഒന്നും അറിയാത്ത ഒരാൾ വായിച്ചാൽ പോലും അവർക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ കാര്യങ്ങൾ പറയുന്നതാണ്. ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമേ ഓടി വരുന്ന കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഇക്വേഷൻ SI is equal to PRT/100 അല്ലെ. ഇത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ബേസിക് ഫോർമുലയാണ്. ഈ ഒരൊറ്റ ഫോർമുല ആക്ച്വലി നമുക്ക് ഓർക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇതിൽ നിന്ന് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്തൊക്കെ ചെയ്യുന്നതാണ്. ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ നമുക്ക് ഇതിലെ ഓരോ ടേംസും ആദ്യം നോക്കണം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കാണാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ SI സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ P ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ആൻഡ് T എന്ന് പറയുന്നത് ടൈം അല്ലെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയാറുണ്ട്. പ്രിൻസിപ്പൽ എന്താണ്? അപ്പൊ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുവാണ്, നിങ്ങളുടെ ആരെങ്കിലും കുറച്ച് ക്യാഷ് ബോറോ ചെയ്യുവാണ്. ഓക്കെ, സോ ബോറോ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് വെറുതെ തരത്തില്ല. നിങ്ങൾ പറയുവാണ് എനിക്ക് ഒരു വർഷത്തിനകം ഇത് തിരിച്ചു തന്നാൽ മതി, പക്ഷെ എന്റെ കാശ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് എനിക്ക് തരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, അതിന് ചെറിയൊരു പലിശ നിങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, ആ പലിശയാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആ പലിശയുടെ ശതമാനം. അതിനെയാണ് നമ്മൾ റേറ്റ് എന്ന് പറയുന്നത്, ഈ R എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോ നിങ്ങളുടെ നിന്ന് മേടിച്ചത് ഒരു 10,000 റുപ്പീസ് ആണ്. അപ്പൊ ഞാൻ എത്രയാണോ നിങ്ങളുടെ ഇത് ബോറോ ചെയ്തത് അതിനെയാണ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ സം എന്നും പ്രിൻസിപ്പൽ എന്നും പ്രിൻസിപ്പൽ എമൗണ്ട് എന്നും പല പേരുകളിൽ നമ്മൾ വിളിക്കും. P എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പ്രിൻസിപ്പൽ വരുന്നത്. ഇനി എത്ര ശതമാനത്തിനാണോ നിങ്ങൾ എനിക്ക് ഈ ഒരു എത്ര ശതമാനം എന്നല്ല, ഞാനിപ്പോ ഈ 10,000 റുപ്പീസ് നിങ്ങളിൽ നിന്ന് മേടിച്ചെങ്കിൽ ഞാൻ പലിശയായിട്ട് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് തിരിച്ചു തരുമ്പോൾ 10,000 പ്ലസ് ഒരു ഇൻട്രസ്റ്റും കൂടെ ചേർത്തല്ലേ തരും. ആ എത്രയാണോ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് കൂടെ ചേർത്തേ തരുള്ളൂ അല്ലെ. അതാണ് എന്റെ പലിശ എന്ന് പറയുന്നത്. അതിനാണ് നമ്മളിവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അഡീഷണലി ഞാൻ നിങ്ങളുടെ ബോറോ ചെയ്ത എമൗണ്ടിനെക്കാളും എത്ര അഡീഷണൽ ആണ് നിങ്ങൾക്ക് തിരിച്ചു തന്നപ്പോൾ പേ ചെയ്ത ആ അഡീഷണൽ എമൗണ്ടിനെയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എമൗണ്ട് എന്താണ്? നിങ്ങൾ എനിക്ക് തന്നത് പ്രിൻസിപ്പൽ, ഞാൻ എന്ത് ചെയ്യുന്നു, പ്രിൻസിപ്പലിന്റെ കൂടെ ഈ ഇൻട്രസ്റ്റ് കൊണ്ട് ചേർത്താണ് തരുന്നത്. അപ്പൊ ഈ പ്രിൻസിപ്പൽ പ്ലസ് എമൗണ്ട്, ഈ ഒരു നിങ്ങൾ തന്ന എമൗണ്ടും ഞാൻ തരേണ്ട പലിശ എല്ലാം കൂടെ ചേർത്തിട്ട് എത്രയാണ് വരുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എമൗണ്ട് എന്ന് വിളിക്കുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ടിനെയും വെറും എമൗണ്ടിനെയും വെച്ച് കൺഫ്യൂസ്ഡ് ആകരുത്. എമൗണ്ട് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും, നമ്മുടെ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അത് നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് R ആണ്, റേറ്റ് പെർസെന്റ് പെർ ആനം. അപ്പൊ ഇവിടെ R എന്ന് പറഞ്ഞാൽ റേറ്റ് പെർസെന്റേജ് പെർ ആനം ആണ്. ഒരു വർഷത്തേക്ക് എത്രയാണ് പലിശയുടെ നിരക്ക് വരുന്നത്, അതാണ് റേറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ. ഇഫ് ഇൻട്രസ്റ്റ് ഈസ് പേബിൾ ഇയർലി ഫോർ എവറി 100 റുപ്പീസ് then it is called rate percent per annum. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന R എന്ന ലെറ്റർ വെച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ തിയറി കാര്യങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. അത് മാത്രം വെച്ചാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഈ റേറ്റ് പെർസെന്റ് പെർ ആനം നമ്മൾ എപ്പോഴും ഫോർ എവറി 100 റുപ്പീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞില്ല. അപ്പൊ സോ ഈ ഒരു പെർസെന്റേജിൽ കൂടെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ R എന്ന് എഴുതില്ല, R/100 എന്ന് എഴുതും, 100 എന്ന് എഴുതും. സോ അതാണ് ഇവിടെ നമുക്ക് ഈ R/100 വന്നത്. പിന്നെ വരുന്നത് T ആണ്. T എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഡ്യൂറേഷൻ, എത്ര കാലത്തേക്കാണ് ഞാൻ നിങ്ങളുടെ എമൗണ്ട് ഓഫ് മണി ബോറോ ചെയ്തത്, അതാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ T എപ്പോഴും നമ്മൾ ഇയേഴ്സിലായിരിക്കും, വർഷങ്ങളിലാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ ഇക്വേഷൻ SI equal to PRT/100 T എന്ന് പറയുന്നത് T in ഇയേഴ്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മന്ത്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഈ ഇക്വേഷനിൽ Pയും Rഉം Tയും ഇട്ട് കൊടുത്താൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു 10,000 റുപ്പീസ് നിങ്ങളുടെ ഒരാളിൽ നിന്ന് ബോറോ ചെയ്തു ഒരു 5% ഇൻട്രസ്റ്റിൽ 2 ഇയേഴ്സിലേക്ക്. അപ്പൊ ഞാൻ എത്ര പലിശ തരണം, എത്രയാണ് ഞാൻ ഈ 10,000 അഡീഷണൽ ആയിട്ട് തരേണ്ട എമൗണ്ട്, അതിനെ ഞാൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് PRT/100. ഇതിലേക്ക് 10,000 ഇൻറ്റു R എന്ന് പറയുന്നത് 5 ആണ്. എത്ര വർഷത്തേക്കാണ്, 2 വർഷത്തേക്ക് അല്ലേ, 200. സോ ₹1000 ആണ് എനിക്ക് വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്. എനിക്ക് 10,000 റുപ്പീസ് നിങ്ങൾ തന്നെങ്കിൽ അതിന്റെ കൂടെ ഈ 1,000 റുപ്പീസും കൂടെ ആഡ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ചു തരാൻ. അപ്പൊ ഈ എമൗണ്ടിനെയാണ് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയാം. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് എപ്പോഴാണ് പറയുന്നത്, ഞാൻ ഇപ്പൊ 2 വർഷത്തേക്കാണ് മേടിച്ചതെന്ന് പറഞ്ഞല്ലേ. അപ്പൊ എനിക്ക് ഓരോ വർഷവും ഇവിടെ റേറ്റ് പെർസെന്റേജ് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇല്ല, അവിടെ എന്താണ്
ഞാൻ ബോറോ ചെയ്യുന്ന ആ ഒരു മണിയിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം ആയിട്ടാണ് കൂടുന്നത്. 2 വർഷം ഒരുപോലെ കൂടുന്നതുകൊണ്ട് എനിക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിന് വ്യത്യാസം വരും അല്ലെ. അപ്പോ ഈ ഒരു കാര്യമാണ് നമുക്ക് ബേസിക്കലി ഇത്രയും ഞാൻ കഥ പോലെയൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ആകെ ഓർക്കേണ്ടത് ഇവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. SI ഈക്വൽ ടു PRT ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ കുറച്ച് ഇക്വേഷൻസ് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ ഒരു ബേസിക് ഇക്വേഷൻ, PRT ബൈ 100 എന്നുള്ളത്. R എന്ന് പറയുന്നത് റേറ്റ് പെർസെന്റേജ് ആണ്, T എന്ന് പറയുന്നത് ടൈമിംഗ് ഇയേഴ്സ് ആണ്. ഓക്കെ, ഇനി ഞാൻ എത്രയാണ് എമൗണ്ട് കൊടുക്കേണ്ടത്, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്താൽ മതി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് SI എന്ന്, പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഇക്വേഷൻ നിന്ന് ഡിറൈവ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ 3 ഇക്വേഷൻസ് കാണാം, RTP എന്നത്. ഈ 3 ഇക്വേഷൻസ് ജസ്റ്റ് ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് മാറ്റി എഴുതിയിരിക്കുന്നത്, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇതൊന്നും കാണാതെ നിങ്ങൾ പഠിക്കുന്നത്. ഈ 2 ഇക്വേഷൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ബോറോ ചെയ്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെയും കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പൊതുവെ അങ്ങനെ യൂസ് ചെയ്യല്ല, ബട്ട് സ്റ്റിൽ ഇഫ് യു നീഡ് ടു ബൈ ഹാർട്ട്, നിങ്ങൾക്കൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. എ എന്ന് പറയുന്നത് നമുക്കറിയാം P പ്ലസ് SI എന്നാണ് നമ്മൾ എഴുതുന്നത്. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് PRT ബൈ 100 ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതിന് P കോമൺ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ഡിറൈവ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഇതൊക്കെ ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇക്വേഷൻസ് പഠിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് ജസ്റ്റ് അപ്രോച്ച് ഉണ്ടാവും. ആ രീതിയിൽ നമ്മളൊന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾ ഇവിടെ ഓർക്കേണ്ട മെയിൻ ആയിട്ട് ഈ 2 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. അത് രണ്ടും അറിയുമ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒന്ന് രണ്ടല്ല, ഈ 2 കേസസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും നിങ്ങൾ കാണാതെ തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് നമ്മുടെ SI ഈസ് ഈക്വൽ ടു PRT ബൈ 100 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ ഇക്വേഷൻ ഇതിൽ റേറ്റും ടൈമും ഈക്വൽ ആകുവാണെങ്കിൽ, ഇത് രണ്ടും ഈക്വൽ ആകുവാണെങ്കിൽ നമുക്ക് ഇതിന് രണ്ടിന് R² എന്നോ T² എന്നോ വല്ലതും ഇല്ല. അപ്പൊ ഇതിന് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, R² ഇൻറ്റു P ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു SI. ആറും ടിയും സെയിം ആണെന്ന് നോക്കാം. അപ്പൊ ഇതിന് ഞാൻ R എങ്ങനെ എഴുതും, SI ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P താഴെ വരും അല്ലെ. പിന്നെ ഈ സ്ക്വയർ പോകാൻ വേണ്ടി നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ റൂട്ട് ആവും. റൂട്ട് ഓഫ് SI ഇൻറ്റു 100 ബൈ P. പിന്നെ ആറിന് വരെ നമുക്ക് T എന്ന് എഴുതാം അല്ലെ, കാരണം ആറും ടിയും ഈക്വൽ ആണ്. സോ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എഴുതി കണ്ടുപിടിക്കേണ്ട സമയം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് അവിടെ ലാഭിക്കാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അത് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സെക്കൻഡ് ഒരു കേസ്, ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. The principal becomes n times in T years at simple interest. Then rate percent is ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ P എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ട്. അത് ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയണ 5 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ P എന്ന എമൗണ്ട് ട്വൈസ് ആവും, ഡബിൾ ആവും, 2P ആവും. അങ്ങനെയെങ്കിൽ റേറ്റ് പെർസെന്റേജ് എത്രയാണ്, R എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. 100 ബൈ T ഇൻറ്റു N-1. അതായത് 100 ബൈ T, ഇവിടെ T എത്രയാണ്, 5 വർഷം അല്ലെ. പിന്നെ ഈ N എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ടൈംസ് ആവുന്നു, N ടൈംസ് ഇവിടെ 2 ടൈംസ് അല്ലെ. അപ്പൊ 2 N-ന് വരെ 2 കൊടുക്കും, 2 മൈനസ് 1 വിച്ച് ഇസ് 100 ബൈ 5 എന്ന് കിട്ടും അല്ലെ, 20. അപ്പൊ ഇങ്ങനെ ഈ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഇതൊക്കെ ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പിൾ ഇത്ര വർഷം കഴിയുമ്പോൾ ഇത്ര ടൈംസ് ആവും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസിന്റെ റേറ്റ് കണ്ടുപിടിക്കുക. സോ ഈ ഒരു ട്രിക്ക് നല്ല ജസ്റ്റ് ഒരു ഇക്വേഷൻ പോലെയാണ്. ഇതും കൂടെ നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് അതൊന്നും റീഡ് ത്രൂ ചെയ്താൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, സോ ഇൻട്രസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ ഇറ്റ് ഈസ് സെറ്റ് ടു ബി സിമ്പിൾ ഇഫ് ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഒറിജിനൽ പ്രിൻസിപ്പിൾ ത്രൂ ഔട്ട് ദ ലോങ് പീരീഡ്. ഇപ്പം നമ്മൾ ഈ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എപ്പോഴാ പറയുന്നത്, നമ്മൾ ത്രൂ ഔട്ട് ദ ലോങ് പീരീഡ് നമ്മൾ പലിശ ഏതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആദ്യം നമ്മൾ കൊടുത്ത പ്രിൻസിപ്പൽ എമൗണ്ടിന് വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്താ വരുന്നത്, ഒരു ഫിക്സ്ഡ് ടൈം പീരീഡ് കഴിയുമ്പോൾ ഈ ഇൻട്രസ്റ്റും കൂടെ എന്ത് ചെയ്യും, നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ആഡ് ആവും. അപ്പൊ നമ്മൾ അടുത്ത 2ാമത്തെ തവണ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എമൗണ്ട് മാറിയിട്ടുണ്ടാവും. നമ്മുടെ മുന്നത്തെ പലിശയും കൂടെ ചേർന്നിട്ടുള്ള എമൗണ്ടിലായിരിക്കും നമ്മൾ 2ാമത് പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അവിടെ എമൗണ്ട് കൂടി വരും. പക്ഷെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഒറിജിനൽ പ്രിൻസിപ്പൽ എമൗണ്ട് അങ്ങനെ തന്നെ ത്രൂ ഔട്ട് ദ ലോൺ പീരീഡ് നിൽക്കും. ഓക്കെ, പിന്നെ അടുത്ത നമ്പർ ഓഫ് ഇയേഴ്സ്. ചില
ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് കാണപ്പെടാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തത് 1 ഡിസംബർ 2014 തൊട്ട് 1 സെപ്റ്റംബർ 2015 അങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് ഡിസംബർ ഇങ്ങനെ വരാറില്ല പൊതുവെ. മോസ്റ്റ് ഓഫ് ദി ടൈം ഈ മന്തിന്റെ ലാസ്റ്റ് ഡേറ്റും കൊടുത്തിട്ട് പിന്നെ ഏതെങ്കിലും കുറെ മാസങ്ങൾ മാറിയിട്ടുള്ള ഡേറ്റ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു PRT/100 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പൊ ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ 365 ചെയ്തിരിക്കുന്നത്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യും, നമ്പർ ഓഫ് ഇയേഴ്സ് കിട്ടും. പിന്നെ നമ്മൾ ഈ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ 31 ഞാൻ 31 ഒക്ടോബർ എടുക്കുവാണ്. ഓക്കെ, അപ്പൊ 31 ഒക്ടോബർ തൊട്ട് 1 സെപ്റ്റംബർ വരെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഈ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ഡേ ഞാൻ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ദിവസം എന്ത് ചെയ്യില്ല, ഫസ്റ്റ് ഡേ ഇൻക്ലൂഡ് ആകില്ല. പക്ഷെ ഈ ഡേ എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ആകും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോഴും ഓർത്ത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എൻഡിങ് ഡേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സിൽ വരുന്നത്. ഓക്കെ, ഈ 3ഉം 4ഉം പറയും. ഓക്കെ, സോ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓർമ്മയുണ്ടല്ലോ, SI=PRT/100. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് മിക്ക മോഡൽ ക്വസ്റ്റ്യൻസും ആയിക്കഴിയും. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്തു പോയത് ഈസി ആയിരിക്കും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സ് കാൽക്കുലേഷൻസിൽ വരുവാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ ഗിവൺ ഇസ് an amount of rupees 6,500 at simple quarterly interest of 8% will yield how much in 2.5 years. അപ്പൊ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ എമൗണ്ട് ഓഫ് റുപ്പീസ് 6,500 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അതിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ആണ്. അപ്പൊ നമ്മുടെ പി എന്ന് പറയുന്നത് ഈസ് റുപ്പീസ് 6,500 അറ്റ് സിമ്പിൾ ക്വാർട്ടർലി ഇൻട്രസ്റ്റ്. അപ്പൊ ഇവിടെ എന്താണ്, ടൈം പീരീഡ് എത്രയാണ്, ക്വാർട്ടർലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ക്വാർട്ടർലി റേറ്റ് പെർസെന്റേജ് എത്ര വന്നിട്ടുണ്ട്, 8% ആണ്. വിൽ yield how much in 2.5 years. Time is equal to 2.5 years. Okay. അപ്പൊ ഇവിടെ ജനറലി ഒരു കാര്യം ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ചില കാൽക്കുലേഷൻസിൽ ഇത് യൂസ്ഫുൾ ആയിട്ട് വരും. നമ്മളിപ്പോ SI = PRT/100. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ 2 years എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ 5 years എന്നൊക്കെ ഹോൾ ഇയേഴ്സ് ആയിട്ട് പറയുവാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ ഇവിടെ കൊടുക്കാൻ പറ്റും, ഈസിയാണ് അല്ലെ. ഇപ്പൊ ഞാൻ പറയണ ഹാഫ് ഇയർലി ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ജനറലി അവിടെ വരുന്ന വ്യത്യാസം എന്നല്ല, നമ്മുടെ പുതിയ ഇപ്പം അവർ തന്നിട്ടുണ്ടാവുക റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ആയിരിക്കും, ഒരു വർഷത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്താണ്, ഹാഫ് ഇയർലി ആയിരിക്കും. അപ്പൊ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹാഫ് ഇയർലിക്കുള്ള റേറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്, വിച്ച് ഈസ് R/2 വരും. ഹാഫ് ഇയർലി ആകുമ്പോൾ എത്രയാണ് നമുക്കറിയാം, ഒരു ഹാഫ് ഇയർലി എന്ന് പറയുമ്പോഴത്തേക്കും 6 months ആണ് വരുന്നത്. 6 months ഞാൻ ഇവിടെ എഴുതാം. സോ R എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് അല്ലെ, ഒരു വർഷത്തേക്ക്. അപ്പൊ R/4 എത്ര നമുക്കറിയാം, ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 6 months ആണ്. എത്ര 6 months ചേർന്നിട്ടാണ് വൺ ഇയർ ഉണ്ടാവുന്നത്, 2 അല്ലേ. അപ്പൊ 2 6 months ചേർന്നിട്ടാണ് 1 year ഉണ്ടാവുന്നത്. അപ്പൊ ഇത് നമ്മുടെ 1 yearന്റെ റേറ്റ് ആണ് R എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 6 monthsനുള്ള റേറ്റ് എങ്ങനെ വരും, ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അല്ലേ. അപ്പൊ R/2 for 6 months. അപ്പൊ ഹാഫ് ഇയർലി ആകുമ്പോൾ നമ്മുടെ റേറ്റ് എന്തായി, പകുതിയായി. ഇപ്പൊ ഇവിടെ ഈ 8% കൊടുത്തിട്ടുള്ളത്, ഇപ്പൊ ഹാഫ് ഇയർലി, ഇവിടെ ക്വാർട്ടർലി ആണ് കൊടുത്തിരിക്കുന്നത്. ഹാഫ് ഇയർലി ആകുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 8/2 എന്ന് എടുക്കും. നമ്മുടെ കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് 8/2 എന്നായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാകുന്നത്. ഇനി ഇതുപോലെ ടൈമും കൂടെ ഒന്ന് നോക്കാം. നമുക്കറിയാം 1 year എന്ന് പറയുന്നത് എന്താണ്, 2 times of 6 months ആണല്ലേ. 2 6 months ചേരുമ്പോഴാണ് ഒരു 1 year ആകുന്നത്. നമ്മൾ സാധാരണ T എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എഴുതുന്നത്, 1 year എന്നല്ലേ. പക്ഷെ ഇവിടുത്തെ ടൈം പീരീഡ് എത്രയാ, 6 months ആണ്. അപ്പൊ ഇത് ഇവിടെ ടൈം എങ്ങനെ മാറും, T/2 ആവും. ജനറലി T എന്ന് പറയുന്നത് 1 year ആണെങ്കിൽ അതിന്റെ ഹാഫേ ഉള്ളൂ അല്ലെ നമുക്കിപ്പോ ഇവിടെ. 6 months എന്ന് പറഞ്ഞാൽ പകുതിയുള്ളൂ. സോ ഇറ്റ് വിൽ ബി T/2. ഓക്കെ,
നമ്മൾ സാധാരണ PRT/100 ടി എന്ന് പറയുന്നത് ഇയർലി വരുവാണ്. അപ്പൊ ഹാഫ് ഇയർലി വരുമ്പോൾ നമ്മൾ അതിനെ ഡിവൈഡഡ് ബൈ 2. ആർ എന്ന് പറയുന്നത് എന്താണ്? സോറി, ഡിവൈഡഡ് ബൈ 2 അല്ല, 2T വരും. ഓക്കെ, 2T വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രിക്ക് പോലെ ഓർത്ത് വയ്ക്കാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഹാഫ് ഇയർലി വന്നാൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? SI ഈസ് ഈക്വൽ ടു P ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ആവും, R/Q ആവും. ആൻഡ് ടൈം എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 2 ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100. ഇപ്പൊ ഞാൻ ക്വാർട്ടർലി പറയുവാണെങ്കിലും ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റും. ക്വാർട്ടർലി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടേഴ്സ് ഉണ്ട്? 4 ക്വാർട്ടേഴ്സ് ഉണ്ട് അല്ലെ? 3 മാസം ചേരുന്നതാണ് ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പം 4 ക്വാർട്ടേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ അവിടുത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ വരും? T അങ്ങനെ തന്നെ നിൽക്കും. റേറ്റ് എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ എത്ര ക്വാർട്ടേഴ്സ് ആണുള്ളതെന്നുണ്ട് ഡിവൈഡ് ആവും. അതുപോലെ തന്നെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു വർഷത്തിൽ എത്ര ക്വാർട്ടേഴ്സ് എന്നുള്ളത് നമ്മൾ നോക്കണം. 4 അല്ലേ? 4 ഇൻറ്റു T. ഇപ്പം ഇവിടെ ഡിവൈഡഡ് ബൈ 4ഉം ഇവിടെ ഇൻറ്റു 4ഉം വരും. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഇൻ എഫക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് സെയിം എഗെയിൻ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ വരും. PRT/100 എന്ന് തന്നെ തിരിച്ചു വരും. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻസിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഇപ്പൊ ഹാഫ് ഇയർലി ക്വാർട്ടർലി ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് തന്നെ പോകും. പക്ഷെ നമുക്ക് അല്ല ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. കാരണം ഇവിടെ എന്തെങ്കിലും ക്യാൻസൽ ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്യാം. ഇപ്പോ P is equal to ₹6,500. R is equal to 8%. ടൈം എന്ന് പറയുന്നത് 2.5 years ആണ്. അപ്പൊ നമുക്കിപ്പോ ക്വാർട്ടർലി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ഈൽഡ് ഹൗ മച്ച്? എത്ര എമൗണ്ട് ഈൽഡ്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ശ്രദ്ധിക്കണം. വിൽ ഈൽഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈൽഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വാർട്ടർലി ഞാൻ കൊടുക്കുവാണ് എങ്കിൽ അതിൽ നിന്ന് എനിക്ക് എത്ര കിട്ടും, ഈൽഡ് എത്ര കിട്ടുമെന്നാണ്. സോ നമുക്ക് 6,500 ഈ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഫൈനലി കിട്ടുന്ന എമൗണ്ട് ആണ് ഈ ഈൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല നിങ്ങളിപ്പം ഓപ്ഷൻസിൽ ഇൻട്രസ്റ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യരുത്. ഈൽഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തന്നെ ചെയ്യണം? എമൗണ്ട് ഫൈനൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. PRT divided by 100 which is 6500 into 8 into 2.5 divided by 100. ആ ക്വാർട്ടർലിയുടെ കാൽക്കുലേഷൻ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് ചെയ്യുന്നില്ല, കാരണം എല്ലാം ക്യാൻസൽ ആയി പോകും അല്ലേ? അപ്പൊ ഇവിടെ ഈ സീറോസ് ക്യാൻസൽ ആയി പോകും. 65 into 8 into 2.5 എന്ന് വരും. അപ്പൊ 65 into 8 into 2.5 I think 1,300. 65 into 8 into 1,300 ആണ് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതാണോ വേണ്ടത്? അല്ല, എമൗണ്ട് ആണ് വേണ്ടത്. സോ എമൗണ്ട് ഇസ് ഈക്വൽ ടു P പ്ലസ് SI which is equal to 6,500 plus 1,300 which gives rupees 7,800. ഓക്കെ, സോ ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ an amount becomes 7 times in 15 years. In how many years will the same amount become 10 times? The rate of interest remains the same for both cases. അപ്പൊ ഇവിടെ രണ്ട് കേസസ് പറയുന്നുണ്ട്. ഫസ്റ്റ് കേസ് എന്താണ്? കേസ് 1 എന്താണ്? ഒരു എമൗണ്ട് ഉണ്ട് P, അത് എത്രയാവുന്നു? 7 ടൈംസ് ആവും. ദാറ്റ് ഈസ് P 7P ആകുന്നു ഇൻ 15 years. കേസ് 2 എന്താ പറയുന്നത്? സെയിം എമൗണ്ട് ആണ്, അത് 10 ടൈംസ് ആകുന്നുണ്ട്. ചോദിക്കുന്നത് ആ 10 ടൈംസ് ആകാൻ എത്ര ഇയേഴ്സ് എടുക്കും? ഇൻ ഹൗ മെനി ഇയേഴ്സ്? അപ്പൊ ഞാൻ അവിടെ T ഇയേഴ്സ് എന്ന് കൊടുക്കുവാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണ്. ഇവിടെ R% രണ്ടിടത്തും സെയിം ആണ്. ഓക്കെ, അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ R1 എന്ന് വിളിച്ചാലും ഇവിടെ R2 എന്ന് വിളിച്ചാലും R1 ഈക്വൽ ടു R2, R1% R2% എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ T2 എന്നും കൊടുക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ രണ്ട് കേസസ് തന്നിട്ടുണ്ട്.
പി എന്ന് പറയുന്ന എമൗണ്ട് 7p ആകുന്നുണ്ട് 15 വർഷത്തില്, 10p ആകുന്നുണ്ട്. ആ എത്ര വർഷം നമുക്ക് കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു നമുക്ക് കണ്ടുപിടിക്കാൻ ക്ലൂ തന്നിട്ടുള്ളത് രണ്ടിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണ്. ഞാൻ ഫസ്റ്റ് കേസിന് R1 എന്നും സെക്കൻഡ് കേസിന് R2 എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ R1 ഈക്വൽ ടു R2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, R1 R2ന്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് SI ഈക്വൽ ടു PRT/100 എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനിൽ നിന്ന് ആറിനുള്ള ഇക്വേഷൻ എഴുതുക, R1നും R2നും, എന്നിട്ട് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ അവിടെ നമുക്ക് എന്തൊക്കെ വേണം, P നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, പിന്നെ T ഓക്കെ നമുക്ക് കൊടുക്കാം, SI സിമ്പിൾ ഇൻട്രസ്റ്റ് നമുക്ക് അതിൽ ഇല്ല അല്ലെ. ആ ഇക്വേഷനിൽ SI ഈസ് ഈക്വൽ ടു PRT/100 നമുക്ക് ആറിന് ഇക്വേഷൻ എഴുതുമ്പോൾ SI വേണം, P വേണം, T വേണം അല്ലെ, ബാക്കി ഫാക്ടേഴ്സ് വേണം. P ഉണ്ട്, T ഒക്കെ നമുക്ക് എഴുതാം, പക്ഷെ SI നമുക്ക് വേണം. ആ SI കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് അവര്, നമുക്ക് ഈ ഒരു P പറയുന്നത് എന്താണ്, എമൗണ്ട് ആണ്, അതായത് പ്രിൻസിപ്പിൾ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എമൗണ്ട് ബിക്കം 7 ടൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫൈനലി ഇൻട്രസ്റ്റ് എല്ലാം പലിശ എല്ലാം കയറിയിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ആണ്, ടോട്ടൽ എമൗണ്ട് ആണ് ഈ 7 ടൈംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ എമൗണ്ട് ആണ്. സോ നമുക്ക് അതിൽ എമൗണ്ടും പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു A മൈനസ് P എന്ന് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ A എന്ന് പറയുന്നത് ഇവിടെ 7 ടൈംസ് ആണ് എമൗണ്ട്, മൈനസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് P ഈക്വൽ ടു 6p. അതുപോലെ തന്നെ നമുക്ക് താഴത്തെ കേസിന് എഴുതാം A മൈനസ് P എന്ന് പറയുന്നത്. ഇതിന് ഞാൻ SI1 എന്നും ഇവിടെ SI2 എന്നും കൊടുക്കുവാണ്. ഓക്കെ, ഇത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുന്നതാണ്. എക്സാമിന് നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്സ് ഒന്നും പക്കായിട്ട് നമ്മൾ ഈ കോളേജ് എക്സാംസിനൊക്കെ എഴുതുന്ന പോലെ, സ്കൂൾ എക്സാംസിന് എഴുതുന്ന പോലെ ഒന്നും എഴുതണ്ട. നിങ്ങൾക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ 10p മൈനസ് P വരും, 9p. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ആറിന്റെ ഇക്വേഷൻ എഴുതാം അല്ലെ. അപ്പൊ ആറിന്റെ ഇക്വേഷൻ എഴുതാൻ ഞാൻ ഇവിടെ തന്നെ ആ PRT/100ന്റെ ഇക്വേഷൻ ഒന്ന് ഇതിന് എഴുതാം. SI1 എന്ന് പറയുന്നത് എത്രയാ, 6p അല്ലെ. 6p ഈക്വൽ ടു PRT/100. P എന്ന് പറയുന്നത് ഇവിടെ P തന്നെയാണ്, R എന്ന് പറയുന്നത് R1 ആണ്, T എന്ന് പറയുന്നത് 15 വർഷമാണ് അല്ലെ, ബൈ 100. അതുപോലെ തന്നെ സെക്കൻഡ് കേസിലും ഞാൻ എഴുതുവാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 9p അല്ലെ. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്, 9p. 9p ഈക്വൽ ടു P, പ്രിൻസിപ്പൽ എമൗണ്ട് P തന്നെയാണ് അല്ലെ, ഇവിടെ P തന്നെയാണ്. അപ്പൊ P ഇൻറ്റു R2 ഇൻറ്റു പെർസെൻറ്റേജ് എഴുതി T ഇയേഴ്സ്, നമുക്ക് വർഷം അറിഞ്ഞൂടാ, അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. T2 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, ഇപ്പൊ രണ്ട് ഇക്വേഷനും നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ട R1 ഈക്വൽ ടു R2 ആണ്. അപ്പൊ R1 ഈക്വൽ ടു R2, R1ന്റെ R2ന്റെ ഇക്വേഷൻസ് ഇവിടെ നിന്ന് ഈ ഇക്വേഷൻസ് ഇന്ന് കിട്ടുമല്ലോ. അപ്പൊ നമുക്കൊന്ന് എഴുതാം. R1ന്റെ ഇക്വേഷൻ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനിൽ എഴുതാം, 6p ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ P into 50 equals R2 ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം, 9p into 100 divided by P into T2. അപ്പൊ ഇവിടെ Pയും Pയും ക്യാൻസൽ ആയി പോകും, ഇവിടെയും Pയും Pയും ക്യാൻസൽ ആയി പോകും. അപ്പൊ എത്ര വരുന്നത്, 6 into 100 by 15 into 9 into 100 by T2. അപ്പൊ ഇവിടെ 100 കൂടെ ക്യാൻസൽ ആയി പോകും കേട്ടോ. അപ്പൊ നമുക്ക് T2 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 15 ബൈ 6 എന്ന് എഴുതാം. വിച്ച് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 9 into 15 by 6 45 by 2 വരും, 22.5. സോറി 15 അല്ലല്ലോ, ഓക്കെ. ആൻഡ് ഇതെന്തോ ഒരു കാൽക്കുലേഷൻ്റെ ഒരു കറക്റ്റ് ആണ്. 45 by 2 വരും, 22.5 ഇയേഴ്സ്. കറക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട്. ഇത് ജസ്റ്റ് നമുക്ക് ആ ഒരു ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എഴുതി സോൾവ് ചെയ്യേണ്ട ഒരു മെത്തേഡ് മാത്രം അറിഞ്ഞാൽ മതി. PRT/100 എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും എടുത്തെടുത്ത് ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. എവിടെയെങ്കിലും കാൽക്കുലേഷനിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എങ്ങനെ വന്നു എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ. സോ ഇതാണ് ഈ ഒരു അപ്പൊ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രോബ്ലംസിൽ ഈ ഹാഫ് ഇയർലി ഒന്നും എടുക്കാൻ നേരത്തൊന്നും ചെയ്യൊന്നും വേണ്ട. ക്ലിയർ ആകുന്നില്ല, ഒന്നുകൂടെ പറയാവോ, കേട്ടില്ല. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഹാഫ് ഇയർലി, ക്വാർട്ടർ ഇയർലി എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അത് വരാൻ നേരത്ത് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് നോക്കൊന്നും വേണ്ട, ചുമ്മാ ചെയ്താൽ മതിയോ? ക്ലിയർ അല്ല. ക്വാർട്ടർലി ഹാഫ് ഇയർലി മുന്നത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ
സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻസ് ആവുമ്പം അങ്ങനെ അത് ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട, ചുമ്മാ അങ്ങ് ചെയ്താൽ മതി അല്ലേ? ചെയ്താൽ മതി. അതെ, കാരണം അതെല്ലാം ലാസ്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞില്ല, അവർ വന്നിട്ടെല്ലാം അത് ക്യാൻസൽ ചെയ്തങ്ങ് പോകും. സോ അതിന്റെ വലിയ എഫക്ട് അവിടെ വരത്തില്ല. ഓക്കെ, സോ കമ്മിങ് ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് സം ബിക്കംസ് ₹3,000 അറ്റ് ദ റേറ്റ് ഓഫ് 12% പെർ ആനം വിച്ച് ഇസ് ഓക്കെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു സം നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് എത്രയാണ്? ₹3,000. സം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പ്രിൻസിപ്പിളിന് മറ്റൊരു പേരാണ് സം എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം പ്രിൻസിപ്പിൾ എന്ന് തന്നിട്ടില്ലെങ്കിൽ സം എന്നായിരിക്കും അതിന് തന്നിട്ടുണ്ടാവുക. അപ്പോൾ സം ബിക്കംസ് ₹3,000 at the rate of 12% per annum. The same sum becomes ₹3,300 at the rate of 15% per annum in the same duration. Find the sum and the duration. അപ്പോൾ ഒരു സം ഉണ്ട്, അത് 12% നമ്മൾ പലിശ കണക്കാക്കുകയാണെങ്കിൽ, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ₹3,000 ആണ് വരുന്നത്. അതേ സെയിം പ്രിൻസിപ്പിളിനെ നമ്മൾ 15%ാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3,300 ആണ് ഫൈൻ ചെയ്യുന്നത്. അതായത് 12%-ന് കുറച്ച് ഇൻട്രസ്റ്റ് പെർസെന്റേജ് കൂടിയപ്പോൾ 3,000 എന്നുള്ള 3,300 ആയിട്ട് എനിക്ക് കിട്ടി. അവിടെ ഡ്യൂറേഷൻ ഒക്കെ സെയിം ആണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇപ്പൊ പി എന്ന എമൗണ്ട് ഉണ്ട്. കേസ് 1 പി എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ് എനിക്ക് ഫൈനൽ എമൗണ്ട് കിട്ടുന്നത്? അതായത് ഇൻട്രസ്റ്റ് കൂടെ ചേർത്തിട്ടുള്ള എമൗണ്ട് 3,000 ആണ് വരുന്നത്. 12% പെർ ആനം ടി എന്ന് പറയുന്ന ഒരു ടൈം ഡ്യൂറേഷൻ. സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്? പി എന്ന് പറയുന്നത് 3,300 ആയിട്ട് മാറുന്നു. 12%-ന് പകരം ഇവിടെ 15% ആണ് സെയിം ഡ്യൂറേഷൻ. എങ്കിൽ എന്താ? ഫൈൻഡ് ദ സം ആൻഡ് ഡ്യൂറേഷൻ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സമ്മും അതേപോലെ തന്നെ ഈ ടൈം ഡ്യൂറേഷനും എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇനിഷ്യലി കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടല്ലോ, അത് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ അതിന് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സെയിം ഡ്യൂറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ T1 T2 എന്ന് പറയുകയാണെങ്കിൽ T1 = T2. നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ തന്നെ ഒരു ചെറിയ മോഡിഫിക്കേഷൻ പോലെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഇവിടെ നമ്മുടെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എഴുതാം. സിമ്പിൾ ഇൻട്രസ്റ്റ് 1 = TRT/100 അല്ലെ? TRT/100. അപ്പൊ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് 1 എന്ന് പറയുന്നത് A മൈനസ് പി ആണ് അല്ലെ? A മൈനസ് പി. ഇവിടെ എമൗണ്ട് എന്ന് പറയുന്നത് 3,000 ആണ്. 3,000 മൈനസ് പി, നമ്മൾ അത് പി തന്നെ ഡിനോട്ട് ചെയ്തിട്ടുള്ള. ഓക്കെ, 3,000 മൈനസ് പി ഈക്വൽ ടു TRT/100 അല്ലെ? P × 12 ആണ് പെർസെന്റേജ് ഇൻറ്റു T ഡിവൈഡഡ് ബൈ 100 T1. ഇതുപോലെ തന്നെ ഇവിടെ എഴുതാം SI2 എന്ന് പറയുന്നത് A മൈനസ് പി, എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ആണ്. ഇവിടുത്തെ എമൗണ്ട് 3,300 ആണ്. മൈനസ് പി ഈക്വൽ ടു പി ഇൻറ്റു ആറ്, പെർസെന്റേജ് എത്രയാണ്? ഇവിടെ 15 ആണ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് സെയിം ആണ്, ബട്ട് ഇവിടെ T2 നമ്മൾ ഇപ്പോഴത്തേക്ക് കൊടുക്കുവാണ് 100. നമ്മൾ തന്നിട്ടുള്ള കേസ് എന്താണ്? T1 = T2. അപ്പൊ T1 ഉം T2 ഇവിടെ ഇക്വേഷൻസ് എഴുതാമല്ലോ. എങ്ങനെ എഴുതാം? 3,000 മൈനസ് പി ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ പി ഇൻറ്റു 12 ഈക്വൽസ് 3,300 minus P into 100 divided by P into 50. ഓക്കെ, അപ്പൊ ഇവിടെ പിയും പിയും ക്യാൻസൽ ആയി പോകും. 100ഉം 100ഉം ക്യാൻസൽ ആയി പോകും. പിന്നെ 12ഉം 15ഉം അതുപോലെ തന്നെ 3 ഇതിൽ ക്യാൻസൽ ആയി പോകും അല്ലെ? ഇവിടെ 4ഉം ഇവിടെ 5ഉം. ഇനി ഇതിന് അപ്പുറം അപ്പുറം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് എങ്ങനെ വരും? 15,000 മൈനസ് 5P. ഈ 5നെ ഇവിടെ കൊണ്ടുവരും. ഈ 4നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും 13200 മൈനസ് 4P വരും. ഇനി പീസിനെ രണ്ടിനും ഒരു സൈഡിൽ കൊണ്ടുവരാനാണ്. അപ്പം P = 15,000 മൈനസ് 13200 ഈക്വൽ ടു ഇതിന്റെ ഡിഫറൻസ് വരുന്നത് ₹1,800 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സമ്മ് കിട്ടി. ഇനി നമുക്ക് ഡ്യൂറേഷൻ ഇവിടെ കണ്ടുപിടിക്കേണ്ടേ? അത് ആക്ച്വലി സിമ്പിൾ ആണ്. T1 ഉം T2 സെയിം ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. 3,000 സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് P = ₹1,800 in 1. ഇത് 1 2 എന്ന് കൊടുക്കും. ഓക്കെ, ഇംപ്ലൈസ് 3,000 മൈനസ് P എത്രയാണ്? 1,800
ഈക്വൽ ടു 1800 ഇൻറ്റു 12 ഇൻറ്റു T1 ഡിവൈഡഡ് ബൈ 100. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് ഫൈനലി ഇവിടെ എത്ര കിട്ടും? 1200 ഈക്വൽ ടു 1800 ഇൻറ്റു 12 ഇൻറ്റു T1 ബൈ 100. സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോയി 120 10 ഇൻറ്റു 100 ബൈ 18 വരും. T1 ഈക്വൽ ടു 50 ബൈ 9 ഇയേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, പിന്നെ പൊതുവെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ വർഷങ്ങള് ഫ്രാക്ഷൻസ് ആയിട്ട് വരുമ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആയിട്ടാണ് പൊതുവെ നമ്മൾ എഴുതാറ്. അപ്പൊ 50 ബൈ 9 എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് 5 ബൈ 9 ഇയേഴ്സ് അങ്ങനെ എനിക്ക് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ 50 ബൈ 9 എന്നൊക്കെ ഇങ്ങനെ കുറവാണ്. ഈ ഫോമാറ്റിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ, 50 ബൈ 9 ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ടൈംസ് വരും, 45 ബാക്കി 5 വരും. അപ്പൊ 5 ബൈ 9 എന്ന് എഴുതാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ചെറുതിലെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഫോമാറ്റിലോട്ട് മാറ്റിയാൽ കാരണം സിമിലർ ആയിട്ടുള്ള കുറെ ഓപ്ഷൻസിൽ വരും. അപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതൊക്കെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്.